പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെയും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ജില്ല ആണ് പത്തനംതിട്ട. അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിലാൽ, പത്തനംതിട്ടയിലെ സ്ഥിതി എങ്ങനെയാണ്? പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ജലാശയങ്ങളിൽ ഒക്കെ വെള്ളം പൊങ്ങുന്നുണ്ടോ? മഴ ഏതൊക്കെ പ്രദേശങ്ങളിൽ ശക്തിപ്പെടുന്നുണ്ടോ? കഴിഞ്ഞ 5 ദിവസത്തെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മഴയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ട്. അതേസമയം ചെറിയ ചാറ്റൽ മഴ പരക്കെ ജില്ലയിൽ ലഭ്യമാകുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭ്യമായ മഴയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ജലസ്രോതസ്സുകളിലൊക്കെ തന്നെ കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത് അച്ചൻകോവിലാണ്. കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. സമാന സ്ഥിതി പമ്പയിലും അതോടൊപ്പം തന്നെ മണിമലയാറ്റിലുമുണ്ട്. എന്നാൽ എവിടെയെങ്കിലും വെള്ളം ഉയരുന്നു എന്ന തരത്തിലേക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പമ്പയിൽ 2 ഇടങ്ങളിൽ കോസ്വേകൾ മുങ്ങിയിട്ടുണ്ട്. ഒന്ന് നാറാൺമൂഴി പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറുമ്പൻമൂഴിയും മറ്റൊന്ന് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതുമാണ്. 2 ഇടങ്ങളിലും വെള്ളത്തിൻ്റെ അളവിൽ കഴിഞ്ഞ രാത്രി അനുഭവപ്പെട്ടതിനേക്കാൾ നേരിയ തോതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കോസ്വേകളിലൂടെ ഇപ്പോൾ നടന്നു പോകാൻ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ കാലാവസ്ഥാ പ്രവചനം പോലെ വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടുന്നുവെങ്കിൽ വീണ്ടും അവിടെ ഗതാഗതത്തിനും ഒപ്പം കാൽനട യാത്രയ്ക്കും തടസ്സം നേരിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. NDRFിൻ്റെ ഒരു സംഘം ജില്ലയിൽ ഇന്നലെ എത്തിയിരുന്നു. അവർ വിവിധ ഇടങ്ങളിൽ മുൻകാലയളവിൽ സമാനമായ സാഹചര്യം നേരിടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്തുകയാണ്. ഭൂമിശാസ്ത്രപരമായ ഓരോ മേഖലയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിൽ ആ മേഖലയിൽ സജ്ജരായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന മുൻ ധാരണ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ ഉള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം എന്ന തരത്തിൽ അടവി എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. മഴയുടെ സ്ഥിതി കൂടി കണക്കിലെടുത്തായിരിക്കും വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനത്തെ കാര്യത്തിൽ വനം വകുപ്പ് തീരുമാനമെടുക്കുക. നിലവിൽ കല്ലാറിൽ കൂടി ജലനിരപ്പിൽ കാര്യമായ ഉയർച്ച വന്നു എന്നുള്ളത് തന്നെയാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രം താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. കിഴക്കൻ മലയോര മേഖലയിലും സമാനമായ സ്ഥിതിയാണുള്ളത്. ഒരുപക്ഷേ നഗര പ്രദേശങ്ങളിൽ മഴ കുറവാണെങ്കിൽ പോലും കിഴക്കൻ മേഖലയിൽ മഴ കനക്കുന്നത് ജലാശയങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനും ഒക്കെ തന്നെ കാരണമായിട്ടുണ്ട്. മുൻകാല അനുഭവങ്ങളും അതാണ്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം എല്ലാ വകുപ്പ് മേധാവികളോടും സജ്ജരായിരിക്കാനും ഒരുപക്ഷേ രാത്രികാലങ്ങളിൽ കൂടി പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കൂടി കരുതിയിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവധിയിൽ പോയിട്ടുള്ളവർ തിരികെ എത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നുള്ള കൂടി ഒരു ജാഗ്രത എന്ന തരത്തിൽ കൈമാറിയിട്ടുണ്ട്. മുൻകാലയളവിൽ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള മേഖലയിലെ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ് പൊതുനിർദ്ദേശമായി വന്നിട്ടുള്ളത്. തീർച്ചയായും അഭിലാലാണ് വിവരം നൽകിയത്. പ്രളയത്തെയൊക്കെ തന്നെ അതിജീവിക്കുകയും കാണുകയൊക്കെ ചെയ്ത ഒരു മേഖല കൂടിയാണ്. അവിടേക്ക് ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പേടിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടി നമ്മളൊരു ജാഗ്രത മുന്നറിയിപ്പ് ഇതൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നൽകുമ്പോൾ അത് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പത്തനംതിട്ടയിലെ പൊതുസ്ഥിതിയാണ് CK അഭിലാൽ വ്യക്തമാക്കിയത്. നമുക്കിനി